ഹായ് ഫ്രണ്ട്സ്, ഇന്നെന്തായാലും നമ്മൾ ചിക്കൻ പാർട്സ് വെച്ച് പല കറികളും ഉണ്ടാക്കിയിട്ടുണ്ട്. കറി ഉണ്ടാക്കിയിട്ടുണ്ടാകും, ഒന്ന് വരട്ടിയെടുത്തിട്ടുണ്ടാകും. എങ്കിലും ചിക്കൻ പാർട്സ് വെച്ച് ഒരു ഫ്രൈ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ഞാൻ നോക്കുന്നത്. അതിന് നമ്മൾ ആദ്യം ചിക്കൻ പാർട്സ് മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ച് മസാലപ്പൊടി എല്ലാം ചേർത്ത് ഒന്ന് കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആദ്യം കാണിച്ച തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ക്യാപ്സിക്കം, കുറച്ച് ശകലം ക്യാപ്സിക്കം മതി. അതിലേക്ക് നമ്മൾ ആദ്യം ഒരു ഉരുളി വെച്ചിട്ടുണ്ട്. ഉരുളിയിലേക്ക് നമ്മൾ കടുക് ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടിച്ച് അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില അതൊന്ന് വഴറ്റിയെടുത്ത് വെളുത്തുള്ളി ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കറിയാൻ പറ്റും ബ്രൗൺ കളറായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ സവാള ഇട്ട് കൊടുക്കുകയാണ്. സവാള ഇട്ടതിന് ശേഷം അത് പെട്ടെന്ന് വഴറ്റാൻ കുറച്ചുപ്പിടുന്നു. കാരണം നമ്മൾ ആദ്യം പാർട്സ് വേവിച്ചെടുത്ത സമയത്ത് നമ്മൾ അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, മുളക് പൊടി എല്ലാം ഇട്ടിട്ടുണ്ട്. നമ്മൾ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇത് ഒരു ബ്രൗൺ കളറായി വരും. ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ചിക്കൻ പാർട്സ് നല്ല വെന്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇത് വെന്ത് മസാലയെല്ലാം പിടിച്ചിരിക്കുന്നുണ്ട്. ഇത് എങ്ങനെ നമ്മൾ പീസാക്കിയാലും സാധാരണ ബോയിൽ കോഴി മേടിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഉള്ളിലേക്ക് മസാല പിടിക്കില്ല, പുറമേ മാത്രമേ മസാല കാണാൻ പറ്റൂ. ഇതെങ്ങനെ നമ്മൾ നോക്കിയാലും ഉള്ളിലേക്ക് നല്ല രീതിയിൽ മസാല പിടിക്കും. ഇത് ഞാൻ ഇതുവരെ ഒരു ചാപ്സ് വരെ മാക്സിമം ആക്കി കഴിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ ഫ്രൈ ആക്കാൻ ശ്രമിച്ചത്. എങ്കിൽ വിചാരിച്ചത് ആദ്യം നടുക്ക് നമ്മൾ ആ വെള്ളം, അതുപോലെ കോഴിയിൽ നിന്നിറങ്ങിയ വെള്ളവും മറ്റുള്ള സാധനങ്ങളെല്ലാം ചേർന്നിട്ടുള്ള ഇതുണ്ടായിട്ട് അത് നടുക്ക് നമ്മളൊരു കിണർ പോലെ കുഴിച്ച് വെച്ച് ആ വെള്ളം ഇങ്ങനെ വറ്റിക്കൊണ്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യം കുരുമുളക് പൊടി നല്ലവണ്ണം വേണം. കാരണം ആദ്യം നമ്മളിട്ട മുളക് പൊടി കുറച്ച്, പിന്നെ അതിലേക്ക് നമ്മൾ കളറിന് വേണ്ടി കാശ്മീരി ചില്ലിയാണ് ഇപ്പോൾ ഇട്ടത്. കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ടിട്ടുണ്ട്. ആദ്യം ഗരം മസാല ഇട്ടിട്ടില്ല നമ്മൾ ആദ്യം വേവിക്കുമ്പോൾ, ഇപ്പോൾ മാത്രമാണ് ഗരം മസാല. അതിലേക്ക് നമ്മൾ കുറച്ച് ചിക്കൻ മസാലയാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ചിക്കൻ മസാല ഇട്ടുണ്ട്. ഇത് നല്ല ഇളക്കി അങ്ങോട്ട് പിടിപ്പിക്കുക. നടുക്കാ കിണർ പോലെ അവിടെ കിടന്ന് വെള്ളം വറ്റിക്കൊണ്ടേ ഉണ്ട്. അങ്ങനെ വറ്റിച്ചെടുക്കാൻ പറ്റൂ. കാരണം നമ്മൾ കുറച്ച് വെള്ളം വെച്ചിട്ടാണ് കുക്കറിൽ വേവിച്ചെടുത്തത് ആദ്യം. പിന്നെ കോഴിയുടെ വെള്ളം, ചിക്കൻ്റെ വെള്ളം കൂടെ ഇറങ്ങിയപ്പോഴത്തേക്ക് നല്ല വെള്ളമായിട്ടുണ്ട്. അത് അങ്ങനെ ഡ്രൈ ആയി വരുന്നുണ്ട്. ഇനി നമ്മൾ തീ കുറച്ചിടണം. കാരണം കുരുമുളക് പൊടി ഇട്ടുണ്ട്. മുളക് പൊടി ആദ്യം കൊണ്ട് വെന്തയായതുകൊണ്ട് ഓക്കെ. കുരുമുളക് പൊടി ഉണ്ടായതുകൊണ്ട് അടിക്ക് പിടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ഇനി അപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളിയാണ് ചേർക്കുന്നത്. നമ്മുടെ പരിപാടി ഇവിടെ കഴിയാണ്. ഇനി നമ്മൾ കൈ കൊണ്ടുള്ള പരിപാടിയാണ്. ഇത് അടിക്ക് പിടിക്കാതെ വരട്ടി മാക്സിമം ഫ്രൈ ആക്കി എടുക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. അത് നമ്മൾ ഇളക്കി തന്നെ ഇരിക്കണം. എവിടെയും അടിക്ക് പിടിക്കാൻ പാടില്ല. അടിക്ക് പിടിച്ചാൽ ഇത്രയും ചെയ്തതും പാട്, ഇത്രയും സാധനങ്ങൾ നഷ്ടം. ഇത് ചിക്കൻ പാർട്സ് നല്ല ഡ്രൈ ആയിട്ട് നല്ലൊരു ഫ്രൈ ആക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ ചെയ്തത്. എങ്കിലും 95% ഞാൻ വിജയിച്ചെന്ന് തന്നെ ഞാൻ പറയും. നല്ല ടേസ്റ്റോട് ഞാനിത് കഴിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ കഴിച്ച് നോക്കി 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് അപ്ലോഡ് ചെയ്യണമെന്ന് ആലോചിച്ച് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ ചിക്കൻ പാർട്സിൻ്റെ ഫ്രൈ ഉണ്ടാക്കുന്നത്. നമ്മൾ സാധാരണ ചിക്കൻ ഫ്രൈ എല്ലാം നമ്മൾ എന്തായാലും അതിലേക്ക് നമ്മൾ ലാസ്റ്റ് വാങ്ങാറായി വരുമ്പോഴത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു. വീണ്ടും നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നു. കൈ എടുത്താൽ അപ്പോൾ തന്നെ ഇളക്കണം. അടിക്ക് പിടിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. നോൺ സ്റ്റിക്ക് പാത്രമൊന്നുമല്ല, ഒരു ഉരുളിയാണത്. ഇളക്കുമ്പോഴേ നമുക്കറിയാം, അവിടെ നിന്ന് പുക വരുന്ന കാണുമ്പോഴേ അറിയാം. ഒന്ന് പുകയടിച്ച് പോയാൽ പോലും ടേസ്റ്റ് വ്യത്യാസമായി പോവും. റെഡി ആയിട്ടുണ്ട് സാധനം. ഇപ്പോൾ തന്നെ കാണുമ്പോൾ അറിയാം നല്ല ഫ്രൈ ആയിട്ടുണ്ട്. അത് നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഇപ്പോൾ കാണുമ്പോൾ അറിയാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഹായ് ഫ്രണ്ട്സ്, താങ്ക് യു.